കോഴിക്കോട് വെല്യങ്ങാടിയുടെ ഒത്തനടുക്ക് ജെയിൻ ടെമ്പിൾ കോമ്പൗണ്ടിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. എൻ്റെ അമ്മയുടെ ചെറുപ്പകാലത്തെ വീട്ടിലേക്ക് പോകുന്ന വഴി ഞങ്ങളൊരു നീല ഗേറ്റ് കണ്ടെങ്കിലും അതിലൂടെ അങ്ങോട്ട് കടക്കാൻ എന്നെ എൻ്റെ അമ്മച്ചനും അമ്മയും അനുവദിച്ചില്ല. അവിടെ ധാരാളം നായകൾ ഉണ്ടാകുമത്രേ. അങ്ങനെ ഞങ്ങളൊരു ഇടുങ്ങിയ പാതയിലൂടെ അവിടേക്ക് നടന്നു. എനിക്ക് അവിടെയെല്ലാം കാണാൻ ആകാംക്ഷ തോന്നി. പാതയുടെ അവസാനം ഒരു ചെറിയ വാതിലായിരുന്നു. അന്യർക്ക് പ്രവേശനമില്ല എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഗേറ്റ് തുറന്നാൽ ആദ്യം കാണുന്നത് ജെയിൻ ടെമ്പിൾ ആണ്. ചുറ്റുമാകട്ടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ. കൃത്യമായി ജെയിൻ ടെമ്പിൾ എന്നാണ് പണിതെന്ന് ആർക്കും അറിയില്ലെങ്കിലും 1000 വർഷങ്ങൾ പിന്നിട്ടു എന്നത് സത്യമാണ്. അമ്പലത്തിന്റെ നിലപ്പാതകളും ചുറ്റുമുള്ള മതിൽ കെട്ടിടങ്ങളും അതിമനോഹരമാണ്. ഞാൻ അല്പം വൈകിയതിനാൽ അമ്പലത്തിന്റെ ഉള്ളിൽ എനിക്ക് പ്രവേശിക്കാനായില്ല. വർഷങ്ങൾ പഴക്കമുള്ള കുത്തുപണികളും ചുമർ ചിത്രങ്ങളും ബുദ്ധവിഗ്രഹങ്ങളും ഓട്ടുപാത്രങ്ങളും കുത്തനെയുള്ള കോണിപ്പടികളും മനോഹരമായ അറകളും അമ്പലത്തിന്റെ ഉള്ളിലുണ്ടെന്ന് അമ്മ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി. അന്ന് തന്നെ ഒരിക്കൽ കൂടി ഇവിടം വരണമെന്നും അമ്പലത്തിന്റെ അകത്ത് പ്രവേശിക്കണമെന്നും ഞാൻ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. 5-6 പടികൾക്കപ്പുറം മറ്റൊരു വാതിൽ. അതു കടന്നപ്പോൾ ത്രികോണാകൃതിയിലുള്ള അഴികളുള്ള ഒരു കെട്ടിടം. പണ്ടുകാലത്തെ പൊതു കുളിമുറിയായി ഉപയോഗിച്ചിരുന്നതാണത്രേ. കുളിമുറിയുടെ ഇടതുവശം നീണ്ട ഒരു നടപ്പാത, അതിൻ്റെ ഇരുവശങ്ങളും 2 നീണ്ട കെട്ടിടങ്ങൾ. ഒന്ന് അവിടത്തുകാരുടെ കല്യാണ മണ്ഡപം, മറ്റേത് പാട്ടും നൃത്തവും അഭ്യസിക്കാനുള്ള ഇടം. ഞാൻ ഏറെ ആകാംക്ഷയുടെ കാത്തിരുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി. എൻ്റെ അമ്മയുടെ വീട് മുഴുവൻ കാട് കയറിയിരിക്കുന്നു. മേൽക്കൂരകളെല്ലാം തകർന്നിട്ടുണ്ട്. വീട്ടുമുറ്റത്തേക്ക് കയറുന്നതിന് മുൻപ് ഒരു കിണർ കാണാം. ഇതിൻ്റെ ഒരു ഭാഗം നേരത്തെ കണ്ട കുളിമുറിയിലേക്കും മറ്റൊരു ഭാഗം അമ്പലത്തിൻ്റെ ഉള്ളിലേക്കുമാണത്രേ. അങ്ങനെ ഞങ്ങൾ കാട് വകവയ്ക്കാതെ വീട്ടിലേക്ക് കയറാൻ ഒരുങ്ങിയപ്പോൾ അവിടം ഇപ്പോൾ മറ്റു പലരും സ്വന്തമാക്കിയിരിക്കുന്നു. ഒരു വലിയ ചേര, വെയിൽ കായാൻ തല പൊന്തിച്ചങ്ങനെ. പിന്നെ അങ്ങോട്ട് കയറാൻ ഞങ്ങൾ മുതിർന്നില്ല. എങ്കിലും പുറമേ നിന്ന് ആ വീട് ഞാൻ നോക്കി നിന്നു. ഒരു കിടപ്പുമുറിയും ഒരു അടുക്കളയും ഒരു സ്വീകരണ മുറിയും മാത്രമുള്ള ഒരു കൊച്ചു വീട്. അവിടെ നിന്നും ഞങ്ങൾ പോയത് തൊട്ടടുത്തുള്ള ഒരു കെട്ടിടത്തിലേക്കാണ്. ഒരു 2 നില കെട്ടിടം. ഉള്ളോട്ട് കയറിയാൽ ഉടനെ ഒരു കോണിപ്പടി കാണാം. കുത്തനെയുള്ള കോണിപ്പടികളുടെ പിടികളെല്ലാം ഇളകി തുടങ്ങിയിരുന്നു. മേൽക്കൂരയെല്ലാം പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എങ്കിലും മുകളിൽ ഇപ്പോഴും 2 പേർ, ഒരു ജ്യേഷ്ഠനും ഒരു അനുജനും മാത്രം. അവർക്ക് ഞങ്ങളെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ഞങ്ങൾക്ക് തിരിച്ചു കയറി തുടങ്ങിയപ്പോൾ മുതൽ അമ്മച്ചൻ എത്രയോ പരിചയമുള്ളതുപോലെ അവരോട് സംസാരിക്കാൻ തുടങ്ങി. അവർ പറയുന്നത് പലതും എനിക്ക് മനസ്സിലായില്ല. കാരണം അവിടെ മുഴുവൻ ഗുജറാത്തി ഫാമിലിയാണ്. എല്ലാവരും ഗുജറാത്താണ് സംസാരിക്കുന്നത്. എൻ്റെ അമ്മച്ചന് അവിടെ നിന്ന് പരിചയമുള്ളതിനാൽ ഗുജറാത്ത് അറിയാം. ഞങ്ങൾ അങ്ങനെ അവിടത്തെ ജനാലയിലൂടെ താഴേക്ക് നോക്കി. എൻ്റെ അമ്മയുടെ പഴയ വീട് അവിടെ നിന്നും കാണാമായിരുന്നു. അവിടെ ഒരു മുത്തശ്ശിയുണ്ട്. ആ മുത്തശ്ശി എത്രയോ കാലം മുമ്പേ മരിച്ചുപോയി. ആ മുത്തശ്ശി എൻ്റെ അമ്മയ്ക്കും ചിറ്റയ്ക്കും പണ്ട് മോര് കൊടുക്കുമായിരുന്നു അത്രേ. എനിക്ക് ആ വീട് മുഴുവൻ എത്രയോ വ്യത്യസ്തമായി തോന്നി. കാരണം നമ്മുടെ വീട് പോലെയേ അല്ലാതെ പഴയ പാത്രങ്ങളും അലമാരയും എന്തിനു പറയുന്നു, ഓരോ മുറികൾ പോലും എത്രയോ വ്യത്യസ്തമാണ്. ഒരു മുറിയിൽ നിന്ന് തന്നെയാണ് അടുത്ത മുറിയിലേക്കുള്ള വാതിൽ. അത് കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി. അവർ ഇപ്പോഴും എന്ത് നല്ലമാണ് ഗുജറാത്ത് സംസാരിക്കുന്നത്. അവിടുത്തെ അലമാര കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. എവിടെയും ഇപ്പോൾ കാണാൻ കഴിയാത്ത തരത്തിലുള്ള അലമാരയാണത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അലമാരയാണ് അത് എന്ന് അവിടെയുള്ളവർ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി. അമ്മമ്മയും അമ്മച്ചനും അവരോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മച്ചനാണ് ഏറ്റവും കൂടുതൽ ഗുജറാത്തി അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു ഓർമ്മ പുതുക്കൽ എന്നതിൻ്റെ മേൽ ഒരു ഫോട്ടോ എടുത്ത് തിരിച്ചിറങ്ങിയപ്പോഴാണ് എൻ്റെ അമ്മ എനിക്കത് കാണിച്ചു തന്നത്. ഒരു പഴയ കസാര, എവിടെയും കാണാത്തത്. അങ്ങനെ ഞാൻ 2 ഫോട്ടോയിൽ അവരുടെ അച്ഛനെയും അമ്മയെയും കണ്ടു. ഞാൻ പറഞ്ഞ ആ മുത്തശ്ശി. അവിടത്തെ കോണിപ്പടികൾ കണ്ടോ?
എത്ര വ്യത്യസ്തമാണ്. നമ്മുടെ വീട്ടിലുള്ളതുപോലെയല്ല. അവിടെ താഴെ കൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവരെ മേലോട്ട് വിളിക്കുന്നതെന്ന് അറിയാമോ? കണ്ടില്ലേ, ഇതുപോലെ വിസിലടിച്ചാണ് അവർ വിളിക്കുന്നത്. എത്ര സൗണ്ടിലാണെന്നറിയാമോ അവർ വിസിലടിക്കുന്നത്? കുസൃതി പെണ്ണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഒരു മുത്തച്ഛൻ എൻ്റെയും അനുജത്തിയുടെയും കയ്യിൽ എന്തോ ചുരുട്ടി തന്നു. 100 രൂപ നോട്ട്. അവിടുത്തെ മുത്തശ്ശിയുടെ ആചാരമാണത്രേ അത്. കുട്ടികൾ വീട്ടിൽ വന്നാൽ 100 രൂപ നൽകണമെന്ന്. താഴേക്കിറങ്ങിയപ്പോൾ ഒരു പഴയ വാതിൽ കണ്ടു. അത് തുറന്നപ്പോൾ 5-6 മുറികൾ. എൻ്റെ അമ്മയുടെ പഴയ കാലത്തെ ഒറ്റ സുഹൃത്തിൻ്റെ വീടായിരുന്നു അത്രേ അത്. അവിടെയെല്ലാം കാണാൻ എൻ്റെ അമ്മയ്ക്കും സന്തോഷമുണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തേക്കിറങ്ങിയപ്പോൾ വേറെ ഒരു മുത്തശ്ശനെ കണ്ടു. എനിക്കറിയില്ലെങ്കിലും എൻ്റെ അമ്മച്ചനും അമ്മമ്മയ്ക്കുമെല്ലാം അവരെ നല്ല പരിചയമുണ്ട്. അങ്ങനെ അവിടെ ഞങ്ങൾ മുന്നോട്ടിറങ്ങിയപ്പോൾ അവിടെ കണ്ടില്ലേ 4-5 ഡോറുകൾ. അത് പഴയ പൊതു ടോയ്ലറ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരത്തെ കണ്ട കുളിമുറിയിലേക്ക് നടന്നു. അവിടെ മുഴുവൻ ഇപ്പോൾ വിറകു കഷ്ണങ്ങളാണ്. ഞാൻ പറഞ്ഞ കിണറിൻ്റെ ഒരു ഭാഗം അതാ കാണുന്നു. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ഒരു വലിയ അണ്ടാവ് കണ്ടു. അതിലായിരുന്നു പണ്ട് കാലത്ത് ചൂടുവെള്ളം തിളപ്പിച്ചിരുന്നത്. എല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പഴയ കാലത്തെ പാത്രമെല്ലാമാണല്ലോ. അങ്ങനെ ഞങ്ങൾ നടക്കുന്നതിനിടെ ആ കല്യാണ മണ്ഡപത്തിൻ്റെ വരാന്തയിൽ നിറയെ നായ്ക്കളെ കണ്ടു. എനിക്കല്പം പേടി തോന്നിയെങ്കിലും അവിടെയുള്ളവർ അതിനെ ആട്ടിയോടിച്ചു. ഞങ്ങൾ നേരെ നടന്നു എൻ്റെ അമ്മയുടെ പഴയകാല സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ നടന്നു. ഡോർ തുറന്ന ഉടനെ കാണുന്നത് ഒരു വലിയ കോണിപ്പടിയാണ്. ഞങ്ങൾ മേലേക്ക് കയറി. കൃത്യം പറഞ്ഞാൽ 1949 ഈ വീടും കോണിപ്പടിയും എല്ലാം നിർമ്മിച്ചത്. എനിക്കല്പം പേടി തോന്നി. എന്നാലും ഞങ്ങൾ മേലോട്ട് കയറി. എൻ്റെ അനിയത്തിക്ക് ഒറ്റയ്ക്ക് കയറണമെന്ന് നിർബന്ധത്താൽ അവൾ ഒറ്റയ്ക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ മുത്തശ്ശിയും. അവരുടെ കൂടെയും എൻ്റെ അമ്മച്ചനും അമ്മയും ഒരുപാട് നേരം സംസാരിച്ചു. അവർ ഞങ്ങൾക്ക് പ്രത്യേകതയിൽ മോരാണ് കുടിക്കാൻ തന്നത്. ഇപ്പോൾ കണ്ടതില്ലേ, അത് അവരുടെ ആചാരമെന്തോ ഗുജറാത്തി ഭാഷയിൽ എഴുതിയിട്ടതാണ്. അങ്ങനെ ഞങ്ങൾ ജെയിൻ ടെമ്പിളിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപാട് ഫോട്ടോകൾ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് യാത്രയായി. എനിക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു.